കൂടുതൽ മോടി വേണ്ട എന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തീരുമാനിച്ചിരിക്കുന്നു. വൻതുക മുടക്കി മോടി പിടിപ്പിക്കേണ്ടെന്നാണ് നിർദ്ദേശം. ചില്ലറ അറ്റകുറ്റപ്പണി മാത്രമായിരിക്കും നടത്തുക. കമലേഷ് ചേരുന്നുണ്ട്. മന്ത്രിമന്ദിരങ്ങൾക്കടക്കം ഇത് ബാധകമാണ്. കമലേഷ്, ക്ലിഫ് ഹൗസിൽ ഇനി എന്ത് മോടി പിടിപ്പിക്കാനാണ് നമ്മൾ സുഹൃത്തുക്കളെ, ചില വാർത്തകളൊക്കെ സത്യസന്ധമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തണം. നമ്മുടെ ക്ലിഫ് ഹൗസ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ പഴയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ ഒരു വാടക വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് നമ്മുടെ കേരളം ഗവൺമെന്റ് അനുവദിക്കുന്ന ഒരു വീട്ടിലേക്ക് അദ്ദേഹം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സംഗീതത്തോടെ കിടക്കട്ടെ. ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് വി ഡി സതീശൻ ഇനി കയറി താമസിക്കാൻ പോകുന്ന വീടിന്റെ പേരാണ് ക്ലിഫ് ഹൗസ്. ഒരു ഗംഭീര കൊട്ടാരമാണ്. അത്യാവശ്യം കുറെ മുറികളൊക്കെ ഉണ്ട്. നമ്മുടെ കരുണാകരന്റെ കാലഘട്ടത്തിലാ തോന്നുന്നു അദ്ദേഹത്തിന് നീന്തി കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു കുളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടുത്തെ പശുക്കൾക്ക് സ്വൈര്യമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള നമ്മുടെ കേരള സംസ്ഥാനമാണ്. പിണറായി വിജയൻ കാലഘട്ടത്തിലല്ല കേട്ടാ. അത് മര്യാദയ്ക്ക് മനസ്സിലാക്കുക. കരുണാകരൻ എന്ന് പറഞ്ഞ ആള് CPM കാരനല്ലാന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുക. വിട്ടേക്ക്. ചിലപ്പോൾ ഒരു ഒട്ടും ധാരണയില്ലാത്ത കുറെ ആൾക്കാരുണ്ടാവും, അവരോടായി പറയണേ. അപ്പോൾ ഇപ്പോഴ് വി ഡി സതീശൻ ആ ഒരു വീട്ടിലേക്ക് കയറി, വീടല്ല ആ കൊട്ടാരത്തിലേക്ക് കയറി താമസിക്കാൻ പോകുമ്പോൾ അവിടെ ചില്ലറ പണികളൊക്കെ നടക്കുന്നു. എനിക്ക് മനസ്സിലാവാത്തൊരു സാമാന്യ ജനത ചോദിക്കുന്ന ചോദ്യം ഞാൻ ഇപ്പൊ ചോദിക്കാം. എടാ, ഇപ്പൊ ഈ അടുത്ത കാലത്തിൽ 3-4 ദിവസം മുമ്പല്ലേ പിണറായി വിജയൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ എല്ലാ ഫർണിച്ചറും ചുറ്റുകൊണ്ട് അടിച്ച് തകർത്ത് ഇനി കോൺഗ്രസ്സുകാരനായിട്ട് വി ഡി സതീശനാണ് ഇവിടേക്ക് അധികാരത്തിൽ കയറാൻ പോകുന്നത്, അവൻ അങ്ങനെ സ്വൈര്യമായിട്ട് ഇരിക്കണ്ട, അവൻ സ്വൈര്യമായിട്ട് കിടക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള കിടക്കയെല്ലാം കുത്തിപ്പറിച്ച് കളഞ്ഞ് അവിടെയുള്ള ഫർണിച്ചറെല്ലാം നശിപ്പിച്ചിട്ടാണോ പിണറായി വിജയൻ ഇങ്ങോട്ട് ഇറങ്ങിയത്? എനിക്കറിയാൻ പാടില്ലെന്ന് ചോദിക്കുക. എന്തൊക്കെയായാലും അറ്റകുറ്റപ്പണി നടത്തണം. ഇനി ഇതിന്റെ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ആ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നം. ഏഷ്യാനെറ്റ് ന്യൂസ് ഒക്കെ ഇതിൽ പറയുന്നത് അറ്റകുറ്റപ്പണി എന്നാണ്. അതങ്ങനെയാണല്ലോ. നമ്മുടെ LDF എന്ന് വെച്ചാൽ പിണറായി വിജയൻ ഗവൺമെന്റ് എന്തെങ്കിലുമൊക്കെ അവിടെ വർക്ക് നടത്തുമ്പോൾ അത് ആഡംബരമായി മാറുകയും വി ഡി സതീശൻ എന്തെങ്കിലുമൊക്കെ അവിടെ പണി നടത്തുമ്പോൾ അത് അറ്റകുറ്റപ്പണിയായി മാറുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരം സാഹചര്യം നമ്മുടെ മാപ്രകൾക്കുണ്ട്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഇനി ചില്ലറ കണക്കുകളിലേക്ക് ഞാൻ പോകുന്നത്. എന്റെ സുഹൃത്തുക്കളെ, ആ കണക്ക് കൃത്യമായിട്ടൊന്ന് വായിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മുടെ വി ഡി സതീശൻ അത് ഇനി താമസിക്കാൻ പോകുന്ന ആ ഒരു സ്ഥലത്ത് ഇനി നടക്കാൻ പോകുന്ന ഈ അറ്റകുറ്റപ്പണിയുടെ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് 73 ലക്ഷമാണ്. 73. പെടിയൊന്നും വേണ്ട. ഈ പണം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ആൾറെഡി അവിടെ കുറെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട്. അവിടെ ചില ഇടങ്ങളിലെ ചോർച്ചയുണ്ട്, വളരെ പഴയ കെട്ടിടാട്ടോ. അവിടെ ചിലയിടങ്ങളിൽ ചോർച്ചയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ പിണറായി വിജയൻ ഗവൺമെന്റ് തന്നെ അതിന്റെ അറ്റകുറ്റപ്പണികൾക്കും മറ്റുമായിട്ട് 73 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമ്മുടെ വി ഡി സതീശന് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് ആ 73 ലക്ഷം രൂപ വേണ്ട എന്ന് പറയാം. ഇനി ആ ലക്ഷം രൂപ വേണ്ട എന്ന് പറഞ്ഞൊന്നും എനിക്കറിയില്ല. അത് അന്വേഷിക്കണം. എന്റെ പ്രിയപ്പെട്ട ആൾക്കാർ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അത് അന്വേഷിക്കുമെന്ന് വിചാരിക്കുന്നു. അല്ലെ, 73 ലക്ഷം രൂപയാണ്. അത് വേണ്ട എന്ന് നമ്മുടെ വി ഡി സതീശൻ വെച്ചിട്ടുണ്ടോ? 73 ലക്ഷം രൂപ കഴിഞ്ഞ തവണത്തെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു അറ്റകുറ്റപ്പണികൾക്കായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ ആഡംബര വർക്കുകളായിട്ട് 73 ലക്ഷം രൂപ ചോർച്ചയും മറ്റും അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നടത്തുന്നത് ആഡംബരല്ലേ? 72 ലക്ഷം രൂപ അനുവദിച്ചത് ആഡംബരമാണ് എങ്കിൽ അതേ തുക കൊണ്ട് ഇപ്പോഴവിടെ എന്തെങ്കിലുമൊക്കെ വർക്കുകളൊക്കെ നടത്തുന്നുണ്ട് എങ്കിൽ അതിനെയും നമ്മൾ ആഡംബരം എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ആ ആഡംബരം വേണ്ട എന്നല്ല തീരുമാനിക്കേണ്ടത്. അറ്റകുറ്റപ്പണികളൊന്നും അവിടെ ആവശ്യമില്ല എന്നല്ല വി ഡി സതീശൻ തീരുമാനിക്കേണ്ടത് എന്നൊരു സാധാരണ യൂട്യൂബറുടെ സംശയം. ശരി, ഇപ്പൊ ചെലവഴിക്കുന്ന ആ തുക അത്രയും ലളിതമായ തുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അതവിടെ കെടുക്കട്ടെ. വേറെ ചില്ലറ കണക്കുകളൊക്കെ പറയാം. നമ്മുടെ UDF കാരന്റെ കാലത്ത്, അതായത് നമ്മുടെ കണക്ക് ഇങ്ങനെ കാണിച്ചു തരാം. കണ്ടില്ലേ? ഇത് നമ്മുടെ UDF ഭരണം, ഉമ്മൻചാണ്ടി ഭരണ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കൂടി 623 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ ഈ 623 പേഴ്സണൽ അംഗങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ച് 478 കുറച്ചു. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനത്തെ എന്തെങ്കിലും ചെലവ് ചുരുക്കൽ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ? ആര്? നമ്മുടെ
പിണറായി വിജയൻ സർക്കാർ, UDF സർക്കാർ ഇങ്ങനെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ വല്ല തീരുമാനവും ആയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്, ഗംഭീരമായിട്ടുള്ള കാര്യമാണ്, അല്ലയോ? പക്ഷേ അതൊന്നും ഇവിടെ നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല എന്ന്. ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളൊരു ഭയങ്കര രസകരമായ കാര്യമുണ്ട്. പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടിക്കാരും 2.5 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യും, ആളുകളെ മാറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 വർഷം ഒരു പേഴ്സണൽ സ്റ്റാഫായി നിന്ന് കഴിഞ്ഞാലേ പിന്നെ അവർക്ക് നല്ല ഇതൊക്കെ കിട്ടും, എന്താ പറയുക, മാസം അവർക്ക് പെൻഷൻ കിട്ടും. അതുകൊണ്ട് അത്തരം ആളുകൾ ഇങ്ങനെ മാറ്റി വെക്കാറൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളൊന്നും കുറച്ചിട്ടില്ല എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു വെക്കുന്നത്, ഇത് മാധ്യമങ്ങളൊന്നും ഇത് സംസാരിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഏത് സംസാരിക്കുന്നില്ല? ഇപ്പോൾ VD സതീശ് അവിടെ ചെയ്യാൻ പോകുന്ന ആ വർക്കിനെ കുറിച്ച് ആരും മിണ്ടുന്നില്ല. എന്നാലൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ 72 ലക്ഷം പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോഴുള്ളതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പിണറായി വിജയൻ തന്നെയാണ് 3ാം തവണ അവിടെ അധികാരത്തിൽ കയറി. കഴിഞ്ഞ തവണ അത് വിത്ത് ദ പെർമിഷൻ ഓഫ് എല്ലാ ഹൗസിലത്തെ എല്ലാ ആളുകളുടെയും അനുവാദത്തോട് കൂടിയിട്ടാണ് ആ 72 ലക്ഷം രൂപ അനുവദിക്കുന്നത്. ആ അനുവദിച്ച തുക പിണറായി വിജയൻ ഇപ്പം കയറാൻ പോകുന്ന തൊട്ട് മുമ്പായിട്ട് ആ ക്ലിഫ് ഹൗസ് ഒന്നുകൂടി ഭംഗിയാക്കുന്നതിനും ക്ലിഫ് ഹൗസ് ഒന്നുകൂടി അറ്റകുറ്റപ്പണി നടത്തുന്നതും ഇതിൽ തന്നെ പറയുന്നുണ്ട് ചോർച്ച അടയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ചോർച്ച അടയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് കഴിഞ്ഞ തവണ അനുവദിച്ചത്. ആ തുക ഇപ്പം ചെലവഴിക്കുന്നു വിചാരിക്കുക, ഇപ്പം പിണറായി വിജയൻ ആണെന്ന് വിചാരിക്കുക. എന്തായിരിക്കും നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത? ഒന്ന് ചുമ്മാ ചിന്തിച്ചു നോക്കി, എന്തായിരിക്കും വാർത്ത വരിക? പിണറായി വിജയൻ അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും മൂപ്പരായിരുന്നെങ്കിൽ ഇപ്പൊ അധികാരം തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ, ഭരണം തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ, ഇവരെ പോലെ താമസിക്കില്ലല്ലോ. പിണറായി വിജയൻ അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും താമസിക്കുന്ന വീടിന് ആഡംബരപ്പണികൾ എന്നുള്ള വാർത്ത വരൂലേ? ഇതിപ്പോ എന്താ, ഒരു അറ്റകുറ്റപ്പണി അല്ലയോ? അതേ തുക തന്നെയാണ് അനുവദിച്ച, അതേ തുക തന്നെയാണ്. പക്ഷേ UDF ഭരണം വരുമ്പോൾ അറ്റകുറ്റപ്പണിയും, പിണറായി വിജയൻ ഗവൺമെന്റ് വരുമ്പോൾ അത് എന്ത് പണിയാണ്? ആഡംബര പണിയായിട്ട് മാറുന്നതിന്റെ ആ ഒരു മാജിക്ക്, ആ ഒരു മാധ്യമ പ്രവർത്തന മാജിക്കാണ് എനിക്ക് തീരെ മനസ്സിലാവാത്തത്. എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണെന്നേ. എന്താ രസല്ലേ? ബൈ.